ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സാമ്യം തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, ബലം പ്രയോഗിച്ചൊന്നും ഇത് ലൈഫിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓക്കെ, റെഡി നോക്കാം. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോവുകയാണെങ്കിൽ, ഇപ്പം എനിക്കൊരു നോ കോണ്ടാക്റ്റാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അല്ലെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് താരതമ്യം ചെയ്യുക. അപ്പം നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്താണോ സഫർ ചെയ്യുന്ന സിറ്റുവേഷൻ, അതിനകത്തൊരു നീതി നിങ്ങൾക്ക് വരുന്നുണ്ട്. കർമ്മയാണ്, കാർമിക് സിറ്റുവേഷനാണ്. അപ്പം അത് എൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കും, ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ നെഗറ്റിവിറ്റീസും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു, എനിക്ക് അങ്ങനെയാണ് എനർജി ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യരുത്, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക. ക്യാഷ് നിങ്ങൾക്കിടയിലൊരു വിഷയമാണ്. പിന്നെ നിങ്ങൾക്ക് പുള്ളിയോട് നല്ല ഇമോഷനുണ്ട്, നല്ല സ്നേഹമുണ്ട്. ഇപ്പോൾ ഓവർ തിങ്കിങ് പാറ്റേണൊക്കെ കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾക്കിടയിലൊരു വേറൊരു മെയിൽ എനർജി, ഒരു ഫീമെയിൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ത്രോട്ട് ചക്ര പ്രോബ്ലമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ത്രോട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദുഃഖത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. പക്ഷേ ബാലൻസ് വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് കാർഡ് എടുത്തപ്പോഴും ഇതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കാമെന്നാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യൂണിയൻ വരുന്നുണ്ട്. അതായത് ആ പാസ്റ്റ് കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. റിപ്പയർ ചെയ്യുക, കളയേണ്ടതിനെ കളയുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം, ഒരു കാർഡിലൂടെ എടുത്ത് നോക്കാം. ഇത് റിലേഷൻഷിപ്പ് കാർഡാണേ. ഓക്കെ, ഒരു കാർഡ് എടുത്ത് നോക്കാം. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. ഈ വുമണിനെ കണ്ടില്ല, ഈ ലേഡി കണ്ടില്ല, എന്ത് ഹാപ്പിയാണ്, അവർ ജസ്റ്റ് ചില്ല് ചെയ്യണം അവർ ലൈഫ്. അപ്പോൾ അതുപോലെ ആകാനാണ് പറയുന്നത്. നമ്മൾ അൺകണ്ടീഷണലായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അൺകണ്ടീഷണലായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ പെയിൻ കുറവായിരിക്കും. ഓക്കെ, ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ. ഒരു കാർഡ് എടുത്ത് നോക്കാമേ. അത് കണ്ടോ, ഈ റിലേഷൻഷിപ്പ് ടോക്സിസിറ്റീസ് ഉണ്ട്, അഡിക്ഷൻസ് ഉണ്ട്, കോ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുക, അല്ലാത്ത പക്ഷം വരില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ടോക്കിങ്, അപ്പോൾ അത് ചെയ്യുന്ന പക്ഷം എന്ത് ചെയ്യും, ഒരു ഗോളോ മെസ്സേജ് നിങ്ങളിലോട്ട് അട്രാക്റ്റായി വരും. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇതിൻ്റെ ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ലെസൺ എന്താണ്, സെൽഫ് ലവ് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, നമുക്ക് ഒത്തിരി ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ കാണും, ഫാമിലി കാണും. അപ്പോൾ എല്ലാവരോടും ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുക, സെൽഫ് ലവ് ചെയ്യുക, ഈശ്വരനെ സ്നേഹിക്കുക. അപ്പോൾ സമാധാനം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു.